ഹായ്, ഞാൻ ദീപ. അപ്പോൾ ഇന്ന് എനിക്ക് പറ്റിയൊരു ചെറിയ അബദ്ധം ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് നമ്മൾ ഈ സ്റ്റെൻസിൽസ് ഉണ്ടാക്കും. ഈ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലൂമിനിയം ഷീറ്റ് വെച്ചിട്ട് സ്റ്റെൻസിൽസ് ഉണ്ടാക്കും. എന്താണ്, നമ്മളിപ്പോൾ ഒത്തിരി ഫ്രോക്കിനൊക്കെ നമ്മൾ ഈ സാറ്റിനിൽ നിന്നും അല്ല നെറ്റിൽ നിന്നും ഒക്കെ നമുക്ക് ഒരേപോലെ ഇരിക്കുന്ന ബട്ടർഫ്ലൈ, പിന്നെ ഫ്ലവേഴ്സ്, ഇതൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കുറേ റീൽസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറേ പേര് അതിൻ്റെ താഴെയൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതെങ്ങനെ ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെൻസിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഞാൻ അത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പക്ഷെ അതല്ല ഞാൻ പറയാൻ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു സോൾഡറിങ് അയൺ വെച്ചിട്ട് നമ്മൾ ഒരേപോലത്തെ ബട്ടർഫ്ലൈസും പിന്നെ പൂക്കളും ഒക്കെ, പൂക്കളുടെ എതളുകളും ഒക്കെ നമ്മളിങ്ങനെ ഒരു സ്റ്റെൻസിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അതുപോലത്തെ സ്റ്റെൻസിൽ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ എന്തുവാ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉള്ള ക്യാൻ, നമ്മളിപ്പം മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ടിന്ന് കിട്ടുമല്ലോ, അപ്പം ആ ടിന്ന് എടുത്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ ആ ടിൻ വെച്ച് ഞാൻ ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ ഷീറ്റ് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർന്ന്. അങ്ങനെ ഞാൻ ആമസോണിനകത്ത് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ ക്രാഫ്റ്റിന് പറ്റുന്ന ഷീറ്റ്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റ് കണ്ടു. അപ്പം ഞാൻ അതങ്ങ് ഓർഡർ ചെയ്തു. അത് 0.1 mm ഇൻറ്റു ഒരു 4 ഇഞ്ച് വീതി എന്നാണ് കിടന്നിരുന്നത്. പക്ഷെ അത് 1000 mm അങ്ങനെ എങ്ങാണ്ടാണ് കിടന്നത്. അപ്പം എനിക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. ഓക്കെ, ശരി, ഞാനത് അങ്ങ് ഓർഡർ ചെയ്തു. 1 മീറ്റർ നീളമുണ്ട് എന്ന് വെച്ച് ഞാനത് ഓർഡർ ചെയ്തു. സാധനം വന്നു. ഇത് ഇത്രയേ ഉള്ളൂ സാധനം. ഇതിപ്പോൾ 1 മീറ്റർ നീളത്തിലുള്ളതാണ്. ഇത്രേ സാധനമുള്ളൂ. പക്ഷെ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞാൻ ഷിപ്പിംഗ് ഉൾപ്പെടെ 500 രൂപയാണ് എനിക്ക് ആമസോണിൽ നിന്ന് ഇത് വരുത്തിയതിന് എനിക്കായത്. ഇതിൻ്റെ വില 389 രൂപ എങ്ങാണ്ടാണ് കാണിച്ചത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് 110 രൂപ. അങ്ങനെ 499 രൂപയോളം ആയി ഈ ഒരു സാധനം. പക്ഷേ ഇതേ സാധനം ഞാൻ ഇത് ഓർഡർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ബോധം ഉണ്ടായതും. ഞാൻ അടുത്തുള്ള ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് അലൂമിനിയത്തിൻ്റെ ഷീറ്റ് വാങ്ങിച്ചു. അപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഇത്രേൻ്റെ വില നോക്കിക്കോണം. ഇത് 1 മീറ്റർ നീളത്തിലാണ് കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണ്. ഇത് നമുക്ക് കത്രിക വെച്ച് മുറിക്കാൻ പറ്റും. അപ്പം ആ തിക്നെസ് ആണ് 0.3 mm എന്നങ്ങ് പറഞ്ഞ അവരുടെ ഏറ്റവും കുറഞ്ഞ തിക്നെസ്. അപ്പോൾ ഈ ഒരു കത്രിക വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സ്റ്റെൻസിൽസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇതിന് 1 മീറ്ററിന് 200 രൂപയാണ് എനിക്കായത്. ഇത് 200 രൂപ, ഇത് 500 രൂപ. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്. നിങ്ങൾക്കും ഇതുപോലത്തെ സ്റ്റെൻസിൽസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഹാർഡ്വെയർ ഷോപ്പിൽ പോയാൽ മതി. അവിടെ ഏറ്റവും തിക്നെസ് കുറഞ്ഞ് നമുക്ക് കത്രിക വെച്ച് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്ന. അവരോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇത് അലൂമിനിയം ഷീറ്റാണ്. ഇതവർ പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. രണ്ടും ഒരുപോലെ തന്നെയാണ് ഞാൻ കത്രിക വെച്ച് മുറിച്ചിട്ട് എനിക്ക് തോന്നിയത്. ലുക്ക് വൈസ് രണ്ടും സെയിം ആട്ടോ. അപ്പം ഇത് ഞാൻ അലൂമിനിയം ഷീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ അവരോട് ക്രാഫ്റ്റിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും അവർ തരത്തൊന്നുമില്ല. അവർ പറയും നിങ്ങളുടെ സാധനം ഇവിടെ ഇല്ല എന്ന് പറയും. പക്ഷെ അവിടെ ചെന്നിട്ട് ഉള്ളതിൽ ഏറ്റവും കനം കുറഞ്ഞ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ കത്രി വെച്ച് നമുക്ക് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അതെടുക്കുക, എന്നിട്ട് അതിൻ്റെ 1 മീറ്റർ മുറിച്ച് വാങ്ങിക്കുക. 200 രൂപയേ ഉള്ളൂ. ഇത്രയും വീതിയിൽ 1 മീറ്റർ നീളത്തിലായിരിക്കും അവർ തരുന്നത്. മിനിമം 1 മീറ്റർ അവർ എടുക്കേണ്ടി വരും. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്റ്റെൻസിൽസ് ഉണ്ടാക്കാം. ചെറിയ ബട്ടർഫ്ലൈ, വലിയ ബട്ടർഫ്ലൈ, ചെറിയ പൂക്കൾ, വലിയ ഇതളുകൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഒറ്റ സാധനത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വളരെ കുറവാണ് ഇത്. 500 രൂപ നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം
ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് സ്റ്റെൻസിൽസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ വഴിയെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതെനിക്ക് അടുത്ത ഒരു ഓർഡർ നമുക്ക് സ്റ്റെൻസിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.